നമസ്കാരം. കേരളത്തെ കടക്കണിയിലാക്കി കട്ടുമുടിച്ച രണ്ടാം പിണറായി സർക്കാരിന്റെ സാമ്പത്തിക തട്ടിപ്പുകളും ജനവഞ്ചനയും ഒന്നൊന്നായി പുറത്തു വരുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ്: ഈ കൊള്ള ആർക്കു വേണ്ടിയായിരുന്നു എന്ന്. ദുരിതബാധിതരെ സഹായിക്കാൻ പൊതുജനം നൽകിയിട്ടുള്ള പണം പോലും വകമാറ്റി ചെലവഴിച്ച ഒരു സർക്കാരിന് എങ്ങനെയാണ് ജനകീയ സർക്കാർ എന്ന് അവകാശപ്പെടാൻ കഴിയുക? മറ്റാരുണ്ട് LDF അല്ലാതെ എന്നുള്ള ഒരു വലിയ ഒരു ബോർഡ്, അതിൽ സഖാവ് പിണറായിയുടെ തല, തെക്കൻ കേരളം മുതൽ ഇങ്ങ് വടക്കൻ കേരളം വരെ ആയിരക്കണക്കിന് ഫ്ലക്സുകൾ, വലിയ വലിയ ബോർഡുകൾ, ഹോർഡിങ്സുകൾ ഇങ്ങനെ നിരന്നിട്ടും രക്ഷപ്പെടാതെ പോയത് ഈ ഒരൊറ്റ ചോദ്യം കൊണ്ട് തന്നെയാണ്: മറ്റാരുണ്ട് LDF അല്ലാതെ? അതായത് ഇമാതിരി കട്ടുമുടിച്ച് ഇങ്ങനെ ദുരിതാശ്വാസത്തിന് കൊടുത്തിട്ടുള്ള തുക വകമാറ്റി ചെലവാക്കാൻ മറ്റാരുണ്ട് LDF അല്ലാതെ എന്നാണ് ജനം വിശ്വസിച്ചത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262 കോടിയിലധികം രൂപയാണ് നിയമവിരുദ്ധമായി വകമാറ്റിയിട്ട് സ്വന്തം ഖജനാവിലേക്ക് അങ്ങോട്ട് ചേർത്ത് വെച്ചത്. കോവിഡ്, പ്രളയം ഇതൊക്കെ വന്ന് ജനങ്ങൾ നരകിച്ച് നാറാണക്കല്ലിളകിയപ്പോ അവരെ സഹായിക്കാൻ വേണ്ടി ലോകത്തിന്റെ എമ്പാടുമുള്ള മലയാളി സമൂഹം, അവരുടെ മനസ്സിന് വലിപ്പമുള്ള മലയാളി സമൂഹം, സാധാരണക്കാർ അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് നൽകിയിട്ടുള്ള പണം, ഒരു ആടിനെ വിറ്റും കൊടുക്ക പൊട്ടിച്ചും ഒക്കെ നൽകിയ ആ പണമെടുത്ത് ഇങ്ങനെ അട്ടിമറിച്ചതിലൂടെ ജനങ്ങളുടെ വിശ്വാസത്തെയാണ് മുൻ സർക്കാർ, ഈ പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ ചവിട്ടി മെതിച്ച് തുമ്പില്ലാതാക്കിയിരിക്കുന്നത്. സ്വന്തം പരാജയങ്ങൾ, സാമ്പത്തിക തകർച്ച ഇതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി വളരെ തരം താണ കള്ളത്തരങ്ങൾ കാട്ടുന്നത് വെച്ചു കുറിപ്പിക്കാൻ പറ്റും. അതായത് വകമാറ്റുക, പാവങ്ങൾക്ക് കൊടുക്കേണ്ട പണം എടുത്ത് വകമാറ്റുക, കട്ടുമുടിക്കുക, അത് നല്ല കാര്യമാണോ? വയനാട്ടിൽ നമുക്കറിയാലോ, അവിടെ ഏതാണ്ട് 800 കോടിയോളം രൂപ വന്നിട്ട് എന്താണ് അവിടെ ചെന്നത് നമുക്കറിയാം. അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പോയതെന്ന് ചോദിച്ചിട്ട് ഇതുവരെ ഒരു അനക്കവും ഇല്ല. അങ്ങനെ ചോദിക്കുമ്പോൾ കോൺഗ്രസിന്റെ വീട് എവിടെ, മുസ്ലിം ലീഗിന്റെ വീട് എവിടെ, അല്ലെങ്കിൽ BJPന്റെ വീട് എവിടെ എന്നാ ചോദിക്കുന്നത്. ഈ മുഖ്യമന്ത്രിയെ വിശ്വസിച്ച് കൊടുത്ത പണത്തിന്റെ കണക്ക് ചോദിക്കുമ്പോൾ ആ ചോദ്യമല്ലല്ലോ തിരിച്ചു ചോദിക്കേണ്ടത്. റവന്യൂ കമ്മി, ധനക്കമ്മി ഇതൊക്കെ കുറച്ച് കാണിച്ചിട്ട് സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തികാവസ്ഥയെക്കുറിച്ച് കള്ളക്കണക്കുകൾ നിരത്തുകയാണ് മുൻ സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള കള്ളക്കളി, ആ കള്ളക്കളി ഇപ്പോൾ വെളിച്ചത്തയക്കാണ്. ഇത് ശുദ്ധമായ ജനവഞ്ചനയല്ലാതെ എന്ത് അവകാശമാണ് അവർക്ക് ഞങ്ങൾ ജനകീയ സർക്കാരായിരുന്നു, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഭരിച്ചത് എന്ന് പറയാൻ പറ്റുക? കിഫ്ബി, അതുപോലെ പെൻഷൻ കമ്പനി ഇതൊക്കെ വഴി വരുത്തി വെച്ചിട്ടുള്ള വൻ ബാധ്യത, ഈ ബാധ്യതകൾ കാരണം സംസ്ഥാനം ഇന്ന് തകർച്ചയുടെ നാരായണക്കല്ലിളകി ഇരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള ഒരു പരിധിയുണ്ട്, ആ പരിധിക്ക് അപ്പുറം പോയിട്ടുണ്ട് കാര്യങ്ങൾ. ബഡ്ജറ്റിന് പുറത്തുള്ള വലിയ കടമെടുപ്പാണ് കിഫ്ബി വഴി നടത്തിയിട്ടുള്ളത്. 39,000 കോടിയിലധികം രൂപയുടെ അധിക ബാധ്യത ഇതിലൂടെ കേരളത്തിന് മേൽ അടിച്ചേൽപ്പിച്ചു വെച്ചു. കൂടാതെ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള 2,600 കോടിയിലധികം രൂപയുടെ അധിക ചെലവ് പോലും ഏതെങ്കിലും വികസനത്തിനോ അല്ലെങ്കിൽ ജനക്ഷേമത്തിനോ വേണ്ടിയിട്ട് ചെലവഴിച്ചതല്ല, മറിച്ച് മുമ്പെടുത്ത ഹ്രസ്വകാല വായ്പകളുടെ തിരിച്ചടവിനാണ് ഉപയോഗിച്ചത്. കടം വീട്ടാൻ വീണ്ടും വീണ്ടും കടമെടുക്കുക, ഒരു ഭ്രാന്തൻ സാമ്പത്തിക നയം കേരളത്തെ എവിടെ എത്തിച്ചു എന്നിപ്പോ വളരെ വ്യക്തമാണ്. ജനങ്ങൾക്കത് വളരെ മനസ്സിലാക്കുന്നുണ്ട്. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതാണ്. സംസ്ഥാനത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടും നികുതി പിരിവ് പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾ പണം ചെലവഴിച്ചിട്ടും അത് ഖജനാവിലേക്ക് എത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞതുമില്ല. ഇത് നികുതി ചോർച്ച ഉണ്ടാക്കി, സാമ്പത്തിക കമ്മി ഉണ്ടാക്കി. ഇതൊക്കെ ഭരണ സംവിധാനത്തിന്റെ അഴിമതി തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്, തുറന്നു കാണിക്കുന്നത്. ഒരു വശത്ത് ധൂർത്ത്, പണം വിനിയോഗിക്കുന്നതിലെ പരാജയം, ഇതൊക്കെ മറച്ചുവെക്കാൻ ജനങ്ങൾക്ക് മേൽ അമിത നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയും മറുഭാഗത്ത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ പൂർണ്ണമായിട്ട് മൂടി വെക്കാൻ വേണ്ടി വ്യാജ അക്കൗണ്ടിങ് തന്ത്രങ്ങൾ പയറ്റുകയാണ് കഴിഞ്ഞ 10 വർഷം, അതിൽ അവസാന 5 വർഷം പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. CAG വ്യക്തമാക്കിയിട്ടുള്ള ഇത്തരം വെട്ടിപ്പുകൾ കേവലം ഒരു സാങ്കേതിക പിഴവൊന്നുമല്ല, മറിച്ച് ഭരണഘടനയോടും ജനങ്ങളോടും കാട്ടിയിട്ടുള്ള കടുത്ത വഞ്ചനയാണ്. കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്നില്ല എന്ന ഒരു സ്ഥിരം വാദം നമുക്കറിയാം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് കേന്ദ്രം തരുന്നില്ല എന്നാണ്. പക്ഷെ കേന്ദ്രം കണക്കുകൾ നിരത്തി ഇത്ര ഇന്നത് അത് ചെയ്തിട്ടില്ല, ഇത് ചെയ്തിട്ടില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടും അതൊന്നും അംഗീകരിക്കാതെ കേരളത്തിലെ ജനങ്ങളുടെ ചുവട്ടിലേക്ക് വീണ്ടും കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ അന്തവും കുന്തവും ഇല്ലാത്ത കുറെ കമ്മിക്കൂട്ടങ്ങൾ അത് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഇങ്ങനെ നിരന്തരം പ്രഘോഷിച്ചു കൊണ്ടുവരുന്നു. അതുകൊണ്ട് സാധാരണക്കാർ വിചാരിച്ചു ഇനി കേന്ദ്രം കൊടുക്കാത്തത് കൊണ്ടായിരിക്കും. വസ്തുത അതായിരുന്നു. അല്ല, ഇവിടുത്തെ ധനകാര്യ കെടുകാര്യസ്ഥത, അഴിമതി, തൂർത്ത്, കടം തീർക്കാൻ വേണ്ടി, പലിശ കൊടുക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും കടം വാങ്ങുന്ന സ്ഥിരം പരിപാടി. അതുകൊണ്ടാണ് CAG വ്യക്തമാക്കിയിട്ടുള്ള ഇത്തരം വെട്ടിപ്പുകൾ വെറും ഒരു സാങ്കേതിക പിഴവല്ല, മറിച്ച് ഭരണഘടനയോടും ജനങ്ങളോടും കാട്ടിയിട്ടുള്ള കടുത്ത വഞ്ചനയാണ് എന്ന് പറയുന്നത്. കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്നില്ല എന്ന സ്ഥിര വിലാപങ്ങൾ ഉന്നയിച്ച് തങ്ങളുടെ പരാജയം മറച്ചുവെക്കാൻ നോക്കിയിട്ടുള്ള മുൻ മുഖ്യമന്ത്രിയുടെ എല്ലാ വ്യാജ പ്രചരണങ്ങളെയും മുനയൊടിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഞെട്ടിക്കുന്ന വസ്തുതകൾ. ഭരണപരാജയങ്ങൾ മറച്ചുവെക്കാൻ കള്ളക്കഥകളും വ്യാജ കണക്കുകളും ചമച്ചിട്ടുള്ള മുൻ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കൂട്ടരും ഇപ്പോ CAG റിപ്പോർട്ടിലൂടെ
ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. അതായത് പൊതുജനങ്ങളുടെ മുന്നിൽ നഗ്നരായി നിൽക്കപ്പെടുന്ന ഒരു അവസ്ഥ. ദുരിതാശ്വാസ നിധിയിലെ പണം വരെ തട്ടിയെടുത്ത് സംസ്ഥാനത്തെ ഈ അവസ്ഥയിലാക്കിയ മുൻ സർക്കാരിന്റെ നടപടികൾ മാപ്പർഹിക്കാത്ത കുറ്റമാണ്. ഇത് വിളിച്ചു പറയുമ്പോൾ അവരെ രാഷ്ട്രവിരോധികളാക്കുന്നു, അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ആക്കുന്നു, വികസന വിരോധികളാക്കുന്നു, വർഗീയവാദികളാക്കുന്നു, കള്ളക്കേസെടുക്കുന്നു, പോലീസുകാരെ കൊണ്ട് ചവിട്ടുന്നു, രക്ഷാപ്രവർത്തനം നടത്തുന്നു. എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ആ പാവം യൂത്ത് കോൺഗ്രസ്സുകാർ ആ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞപ്പോ അവർ പണപ്പിരിവിന്റെ വക്കീലായിരുന്നു. നമുക്കറിയാലോ, നവകേരള സദസ് എന്ന് പറഞ്ഞ ഒരു പരിപാടി എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ആരുടെ അടുത്താണ് അവരൊക്കെ പോയത്, ജനങ്ങൾക്ക് എന്തൊക്കെയാ ചെയ്തിരുന്നത് നമുക്കറിയാലോ. അതായത് ധൂർത്ത്, വെട്ടിപ്പ്, തട്ടിപ്പ് ഇതല്ലാതെ കള്ളക്കണക്കുകൾ ചമച്ചുണ്ടാക്കി കടം വാങ്ങുന്നതിന് പലിശ കൊടുക്കാൻ പിന്നെയും കടം വാങ്ങി ഭരണം നടത്തി ഈ കേരളത്തെ മുച്ചൂട് നശിപ്പിച്ച് കടക്കണിയിലാക്കി 3.5 കോടി ജനങ്ങളെ കുത്തുവാടായി എടുപ്പിച്ചു എന്നല്ലാതെ എന്ത് ഭരണ നേട്ടമാണ് കഴിഞ്ഞ സർക്കാർ ഇവിടെ ഉണ്ടാക്കി വെച്ചത്? Different angles. Don't forget to subscribe and support this channel.